Dear students, have a nice time. Today you will be introduced to the concept of the definite integral. In the last section, we were talking about the area of the region under the graph of a continuous non-negative function. അവിടെ നമ്മൾ ഏരിയ ആയിട്ട് ഡിഫൈൻ ചെയ്തത് ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n f ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് ഈ കാണുന്ന ലിമിറ്റിംഗ് സമ്മിൻ്റെ ലിമിറ്റിനെയാണ്. അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോസസ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ് നമ്മളുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവൽ എങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ നമ്മൾ n ഈക്വൽ പാർട്സ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് n സബ് ഇൻ്റർവൽസ് ലഭിച്ചു. എ എന്ന പോയിന്റ് എക്സ് നോട്ട് ആയിട്ട് ചൂസ് ചെയ്താൽ എക്സ് നോട്ട് എക്സ് വൺ, ദെൻ എക്സ് വൺ എക്സ് ടു, എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ മൈനസ് വൺ, ബി എന്നത് എക്സ് എൻ. ഇത്തരത്തിൽ നമുക്ക് n സബ് ഇൻ്റർവൽസ് ലഭിച്ചു. ഈ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തു, C1, C2 എക്സെട്ര Cn. അവ ഉപയോഗിച്ചാണ് ഈ ലിമിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ പോയിന്റിലും C1, C2 എക്സെട്ര Cn ഓരോ പോയിന്റിലുമുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് സി കെ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ഈ ഇൻ്റർവെല്ലിൻ്റെ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്തിനെയാണ്. ആ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്ന നൊട്ടേഷനാണ് നമ്മൾ നൽകിയത്. ദാറ്റ്സ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. ടോട്ടൽ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ബി മൈനസ് എ ആണ്. അതിനെ നമ്മൾ n ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അതുകൊണ്ട് ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. അതാണ് ഡെൽറ്റ എക്സ്. Then we find this sum and we will take a limit as n tends to infinity. Actually, this limit we defined as the area of the region under the graph of a continuous non-negative function on the interval closed interval AB. ഇനി ഈ കോൺസെപ്റ്റിന് നമ്മൾ മറ്റൊരു പേര് നൽകാൻ പോവുകയാണ്. ഇവിടെ മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പം എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആ കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. Let f be a continuous function defined on the interval closed interval AB. Suppose that closed interval AB is divided into n subintervals of equal length delta x equal to b minus a by n by means of n plus 1 equally spaced points a equal to x naught less than x1 less than x2 etc less than xn equal to b. ഇതുപോലെയുള്ള ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് കണ്ടുപിടിച്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ n സബ് ഇൻ്റർവൽസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത് റെഗുലർ പാർട്ടീഷൻ എന്നാണ്. Now let C1, C2 etc. Cn be arbitrary points in the respective subintervals with Ck lying in the kth subinterval xk minus 1 xk. ഈ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ആർബിട്രറി ആയിട്ട് നമ്മൾ Ck എന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ limit n tend to infinity sigma k equal to 1 to n f of ck into delta x. This is denoted by integral a to b f of x dx and it is called the definite integral of f on closed interval ab. ഇവിടെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലിമിറ്റ് ഓഫ് എ സം എന്ന രീതിയിലാണ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആവുകയുള്ളൂ. സോ എല്ലാ ഫംഗ്ഷൻസും ഇൻ്റഗ്രബിൾ ആവണമെന്നില്ല. We say that f is integrable on closed interval AB if the limit exists. And the process of evaluating a definite integral is called integration. Here the number a is called the lower limit of integration and the number b is called the upper limit of integration. And together the numbers a and b are referred to as the limits of integration. And as in the case of indefinite integral, the function f to be integrated is called the integrand. Indefinite integralന്റെ കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്ന് വിളിച്ചിരുന്നു. ഇവിടെയും എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൻ്റ് ആണ്. എ ലോവർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ബി ഇസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആൻഡ് ഹിയർ ദ സം സിഗ്മ k equal to 1 to n f of ck into delta x is called a Rayman sum in honor of the German mathematician Bernhard Rayman. ഈ സമ്മിനെ നമ്മൾ വിളിക്കുന്നത് റേമാൻ സം എന്നാണ്. സോ റേമാൻ സമ്മിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് us have an example. Compute the Rayman sum for f of x equal to 4 minus x square on closed interval minus 1, 3. We have to use 5 subintervals, that is n equal to 5, and choose the evaluation points to be the midpoints of the subintervals. മുമ്പ് ഏരിയ കാണുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സാണ് ഇവിടെ റേമാൻ സമ്മ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ലോവർ ലിമിറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് -1 ആണ്. സോ a ഈക്വൽ ടു -1, b ഈക്വൽ ടു 3. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇസ് -1, 3.
n equal to 5. So length of each subinterval will be delta x equal to b minus a by n. That is 3 minus minus 1 divided by 5, which is 4 by 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 3 ആണ് നമ്മുടെ ഇൻ്റർവൽ. ഇതിനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഇൻ്റർവെലിൻ്റെയും ലെങ്ത് 4 by 5 ആണ്. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. x1 എന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് x0 ഇവിടെ -1 ആണ്. -1 കൂടി 4 by 5 ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് x1 ലഭിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -1 by 5. അതുപോലെ x2 ലഭിക്കണമെങ്കിൽ ഈ -1 by 5 കൂടി വീണ്ടും നമ്മളൊരു 4 by 5 ആഡ് ചെയ്യണം. അതല്ല എങ്കിൽ ഫസ്റ്റ് പോയിന്റ് -1 കൂടി 2 പ്രാവശ്യം 4 by 5 ആഡ് ചെയ്യണം. അതായത് -1 plus 2 times 4 by 5 ചെയ്താൽ x2 എന്ന പോയിന്റ് ലഭിക്കും. Here x2 equal to 3 by 5. അതുപോലെ നമ്മൾ x3ഉം x4ഉം കണ്ടുപിടിക്കുന്നു. And x5 is equal to 3 itself. So x0, x1, x2, x3, x4 and x5. 5 പോയിന്റ്സ് നമുക്ക് ലഭിച്ചിരുന്നാൽ 5 അല്ല 6 പോയിന്റ്സ് നമുക്ക് ഇവിടെ ലഭിച്ചു. x0 മുതൽ ഇത് പ്രകാരം നമുക്ക് 5 സബ് ഇൻ്റർവെൽസ് ലഭിക്കും. x0, x1 എന്ന ഒരു സബ് ഇൻ്റർവെൽ, x1, x2 എന്ന അടുത്ത സബ് ഇൻ്റർവെൽ, x2, x3, x3, x4 and x4, x5. ഈ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും നമുക്കൊരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്യാനുണ്ട്. അത് ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് ചൂസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് സബ് ഇൻ്റർവെല്ല് -1 മൈനസ് 1 by 5 ആണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ -1 plus -1 by 5 divided by 2. So that is -5 minus 1 is -6 divided by 10 or it's equal to -3 by 5. ആ രീതിയിൽ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ യു ക്യാൻ യൂസ് ദ ഫോർമുല CK equal to half into xk plus xk minus 1. സബ് ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിന്റ്സ് ആണ് xkയും xk minus 1ഉം ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അത്തരത്തിൽ നമുക്ക് C1, C2, C3, C4, C5 5 ആർബിട്രറി പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. Now we can write the required Rayman sum. The formula is sigma k equal to 1 to 5 f of ck into delta x. That is f of c1 into delta x plus f of c2 into delta x plus etc. plus f of c5 into delta x. c1 is -3 by 5. So we have f of -3 by 5 into delta x. Here delta x is common for all subintervals. So we can take an outside. And it is equal to 4 by 5 actually. So 4 by 5 into f of -3 by 5 is, we have the function f of x is given as 4 minus x square. So f of -3 by 5 means it is 4 minus -3 by 5 square. So that is written here. Similarly, you have to find f of 1 by 5, f of 1, f of 9 by 5 and f of 13 by 5 and add them all together and multiply with delta x. Delta x is 4 by 5. Finally, we will get the answer as 6.88. So this is a Rayman sum if we take the number of subintervals as 5. Another example, show that integral a to b x dx equal to half into b square minus a square. So we have the closed interval here, closed interval ab. We have to divide the interval into n subintervals of equal length. And length of each subinterval will be delta x equal to b minus a by n. Now we have to define the partition points. First point A ആണ്. x1 കണ്ടുപിടിക്കണമെങ്കിൽ a യോട് കൂടി delta x ആഡ് ചെയ്തു. a plus b minus a by n. x2 is a plus 2 times b minus a by n, etc. xk is a plus k times b minus a by n, etc. xn എത്തുമ്പോഴേക്കും നമുക്ക് b ആയിട്ട് മാറുന്നു. കാരണം xn നമ്മൾ എഴുതുമ്പോഴേക്കും a plus n times b minus a by n ആണ് നമുക്ക് എഴുതേണ്ടി വരിക. n ഉം n ഉം ക്യാൻസൽ ചെയ്യുന്നു. a minus a cancels. What remains is b. So xn equal to b. അത്തരത്തിൽ നമ്മൾ പാർട്ടീഷൻ പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള സബ് ഇൻ്റർവെൽസ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. x0, x1 ഒരു സബ് ഇൻ്റർവെൽ ആണ്. x1, x2, etc. xn minus 1, xn. ഈ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും വി ഹാവ് ടു ഫൈൻഡ് ആൻ ഇവാലുവേഷൻ പോയിന്റ് CK. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദ സബ് ഇൻ്റർവെൽ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് ചൂസ് ചെയ്യാം. നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടി റൈറ്റ് എൻഡ് പോയിന്റ് ചൂസ് ചെയ്യുന്നു. സോ CK ആയിട്ട് ചൂസ് ചെയ്യുന്നത് xk തന്നെയാണ്. So let us find integral a to b x dx. By definition, it is limit n tend to infinity sigma k equal to 1 to n f of ck into delta x. That is limit n tend to infinity sigma k equal to 1 to n. What is f of ck?
Here f of x is x itself. So f of ck is ck. And what is ck? Ck we have chosen as xk. And xk is a plus k into b minus a by n. That is substituted here. Here f of x equal to x. So we have f of ck equal to ck itself, and ck is taken as xk, and it's equal to a plus b minus a by n into k. Into delta x is b minus a by n. Here b minus a is a constant and it is independent of n also, so we can take an outside. What remains is limit n tend to infinity. K ആണ് ഇവിടെ സബ്മേഷൻ്റെ വേരിയബിൾ. സോ എന്നിനെ നമുക്ക് വേണമെങ്കിൽ സമ്മേഷൻ സൈൻ്റെ പുറത്ത് നിർത്താം. സോ ഈ 1/n നമ്മൾ പുറത്ത് നിർത്തുന്നു. സിഗ്മ k ഈക്വൽ ടു 1 to n a പ്ലസ് b മൈനസ് a by n ഇൻറ്റു k. നമ്മൾ മുമ്പ് ചെയ്യുന്ന പോലെ ലിമിറ്റിനെ സമ്മേഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു. So we have sigma k equal to 1 to n a plus sigma k equal to 1 to n b minus a by n into k. B minus a by n is again a constant, so we can write b minus a by n into sigma k equal to 1 to n k. So this is sum of first n natural numbers, so we have the formula n into n plus 1 by 2. And here a is a constant, so sigma k equal to 1 to n a is a plus etc. n times, that is n times a. Multiplying both these terms to 1 by n, we have 1 by n into n by s a plus b minus a by 2 into n plus 1 divided by n into n is n square. So 1 n cancels here, what remains is n plus 1 by n. So as n tends to infinity, 1 by n tends to 0. Here it is 1 plus 1 by n. N plus 1 by n means 1 plus 1 by n. So limit n tend to infinity, 1 plus 1 by n is 1. So the answer becomes b minus a into a plus b minus a by 2 into 1. That is b minus a into 2a plus b minus a by 2. So the final answer can be written as half into b minus a into b plus a, that is half into b square minus a square. So we proved that integral a to b x dx equal to half into b square minus a square. In the next example, we are asked to write limit of this sum as an integral, as a definite integral. So ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ഡെഫിനിഷനിൽ പറയുന്നത് ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n f of ck into delta x. It is defined as integral a to b f of x dx. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ a b എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 5. സോ ഈ കേസിൽ തന്നിരിക്കുന്ന കേസിൽ എഫ് ഓഫ് സി കെക്ക് പകരം ഇവിടെയുള്ളത് റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ സ്ക്വയർ എന്നാണ്. അതായത് എഫ് ഓഫ് സി കെ ഇസ് ദിസ് ഫംഗ്ഷൻ. സോ വാട്ട് വിൽ ബി എഫ് ഓഫ് എക്സ്? ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ വി മേ റൈറ്റ് ദിസ് ഇൻറ്റഗ്രൽ ആസ് ഇൻറ്റഗ്രൽ എ ടു ബി, ദാറ്റ് ഇസ് ഇൻറ്റഗ്രൽ 2 to 5 root of 1 plus x square dx. So limit of this sum is actually equal to this definite integral. So in these exercise problems, we have to express this limit of the sums as definite integrals. So in the first problem, we have the integral minus 3 to minus 1. Here the closed interval given us minus 3 minus 1. So we have the limits as minus 3 minus 1. Now we have to find f of x. Here f of ck is 4ck minus 3. So f of x is 4x minus 3. So the integral is integral minus 3 to 1 4x minus 3 dx. Similarly, next problem, integral 0 to 3. In the place of f of ck, we have 2ck into 1 minus ck square. So we have f of x is 2x into 1 minus x square dx. Likewise, 15th problem, integral 1 to 2, 2x divided by x square plus 1 dx. ck കാണുന്ന ഭാഗത്തെല്ലാം നമ്മൾ x ആയിട്ട് റീപ്ലേസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദ 16th പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to pi by 2 x into cos x dx. Likewise, we are expressing the Rayman sums, limit of the Rayman sums as the corresponding definite integrals. Now let us have the geometrical interpretation of definite integral. ഏരിയ എന്ന സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇഫ് എഫ് ഇസ് എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഗിവ്സ് ദ ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി.
ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് എഫ് നോൺ നെഗറ്റീവ് ആയിരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ എഫ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പ് ഏരിയയുടെ ഡെഫിനിഷനിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. സോ ആ കേസിൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, we are asked to evaluate the definite integral by interpreting it geometrically. ഇവിടെ 4-2x എന്നതാണ് ഫംഗ്ഷൻ. എക്സ് വേരി ചെയ്യുന്നത് 0-2 ഈ കാണുന്ന ഇൻ്റർവെല്ലിനാണ്. എക്സിന് 0 മുതൽ 2 വരെയുള്ള ഏത് വാല്യൂ കൊടുത്താലും ഈ ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് ആണ്. ഒരിക്കലും ഇത് നെഗറ്റീവ് വാല്യൂ ലഭിക്കില്ല. സോ ദിസ് ഇസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. Therefore, this definite integral equals area under the curve f of x equal to 4-2x. So geometrically നമ്മളോട് ഈ കാണുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് y ഈക്വൽ ടു 4-2x. ഗ്രാഫ് വരയ്ക്കുന്ന മെത്തേഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. y ഈക്വൽ ടു 4-2x എന്ന ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സിനും വൈക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടോ മൂന്നോ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y 4 എന്ന് ലഭിക്കും. വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 2 എന്ന് ലഭിക്കും. സോ നമുക്ക് 2 പോയിന്റ്സ് ലഭിച്ചു കഴിഞ്ഞു. ആ 2 പോയിന്റ്സ് നമ്മൾ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. 0-4 എന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്. 0-4, 0-2 എന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. ആ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഓർ y ഈക്വൽ ടു 4-2x. ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഗ്രാഫ് എക്സ് ആക്സ് വൈ ആക്സിസ് ഈ ഏരിയ കണ്ടുപിടിക്കാനാണ് ഇവിടെ നമ്മളോട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞതിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ട്രയാങ്കുലർ റീജിയൻ ആണ് ലഭിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 4. സോ ദ ആൻസർ ഇസ് 4. സോ ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to 2 4-2x dx equal to 4. And in the next problem we have integral 0 to 4 root of 16 minus x square dx. So first of all you have to draw the graph of y equal to root of 16 minus x square. So ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം this is actually y square equal to 16 minus x square or x square plus y square equal to 16. സ്ക്വയർ ചെയ്താൽ ഇത്തരത്തിലൊരു ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ആൻഡ് വി നോ ഇറ്റ് ഈസ് എ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 ആൻഡ് സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ. നമ്മൾ കൺസിഡർ ചെയ്ത ഇൻ്റർവെൽ 0-4 ആണ്. സോ 0-4 എന്ന ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗം മാത്രമാണ് y ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ എന്ന ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ ഭാഗത്തിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സർക്കിളിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ വി ഹാവ് ദ ഏരിയ 1/4 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ ഇസ് ഹിയർ 4. സോ 1/4 ഇൻറ്റു പൈ ഇൻറ്റു 4 സ്ക്വയർ വിച്ച് ഇസ് 4 പൈ. So we can conclude that integral 0 to 4 root of 16 minus x square dx equal to 4x. അടുത്തതായി എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് ആണെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ ചില സമയത്ത് പോസിറ്റീവും ചില സമയത്ത് നെഗറ്റീവുമാണ് എങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നതുകൊണ്ട് ജോമെട്രിക്കലി എന്താണ് മീൻ ചെയ്യുന്നത്? സോ നമ്മൾ ഇതേ ലിമിറ്റ് ഓഫ് ദ സം രീതിയിൽ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ കേസിൽ സമ്മ് കാണുന്ന സമയത്ത് എഫ് ഓഫ് സി കെ എന്നത് ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് എഫ് ഓഫ് സി കെ പോസിറ്റീവ് ആയിരിക്കും. ഫംഗ്ഷൻ നെഗറ്റീവ് വാല്യൂ അസ്യൂം ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് സി കെ നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ഒരു സമ്മ് കാണുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ പോസിറ്റീവ് വാല്യൂ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ടേംസ് പോസിറ്റീവ് ആവുകയും എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നത് പോസിറ്റീവ് ആയിരിക്കുകയും ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഈ ടേംസ് എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് നെഗറ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നു. സോ ഇഫക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് വിത്ത് ദ എക്സ് ആക്സിസ് എബോവ് ദ എക്സ് ആക്സിസ് മൈനസ് ഏരിയ ദാറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിൻ്റെ മുകൾ ഭാഗത്ത് ഫംഗ്ഷൻ ബൗണ്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് താഴ്ഭാഗത്ത് ഫംഗ്ഷൻ ബൗണ്ട് ചെയ്യുന്ന ഏരിയ മൈനസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഹെൻസ് വി ഹാവ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ റീജിയൻസ് എബോവ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി മൈനസ് ഏരിയ ഓഫ് ദ റീജിയൻസ് ബിലോ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇഫ് എഫ് ഇസ് എ function which assumes positive or negative values in the interval closed interval AB. So let us have an application.
the definite integral and displacement. Integration start ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണിത്. ഒരു കാറിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ നമുക്കൊരു ഗ്രാഫായിട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 0 to a വരെയുള്ള ഇൻ്റർവെല്ലിൽ ഇത്രയും ടൈം ലിമിറ്റിൽ ഒരു കാറിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനാണ് ഈ തന്നിട്ടുള്ളതെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇസ് ഗിവൺ ബൈ ഏരിയ ഓഫ് ദിസ് റീജിയൻ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വെലോസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് എങ്കിൽ, that is, if v of t is a non-negative velocity function of a car traveling in a straight line, then the distance covered by the car between t equal to a and t equal to b is given by area of the region under the graph of the velocity function on the same interval. But we know area of the region under the graph of a non-negative function v of t on closed interval ab is the definite integral of v on closed interval ab. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ a to b v of t dt എന്നത് it is the area under the graph of a function, and it is equal to, here it is the displacement of the car between t equal to a and t equal to b. Then what will be the position of the car at t equal to b? Position of the car at t equal to b is given by s of b equal to position of the car at t equal to a plus integral a to b v of t dt. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ്, അല്ലെങ്കിൽ എ ടു ബി ആണ് കാർ മൂവ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ് എസ് ഓഫ് എ എങ്കിൽ ഫൈനൽ പൊസിഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനോട് കൂടി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഹിയർ ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ t equal to a and t equal to b is integral a to b v of t dt. So the final position of the car will be given by s of b equal to s of a plus integral a to b v of t dt. So ഇതാണ് കാറിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. അതിവിടെ ഫൈനൽ പൊസിഷനിലെത്തി. ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് integral a to b v of t dt. Now assume that the velocity function assumes both positive and negative values on closed interval ab. വെലോസിറ്റി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെങ്കിലാണ് നമുക്ക് ഇത്തരത്തിലൊരു ഡിസ്കഷനിൽ എത്താൻ പറ്റിയത്. ഇനി വെലോസിറ്റി ഫംഗ്ഷൻ പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രകാരം ഇന്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി എന്നത് ഏരിയ ഓഫ് ദ റീജിയൻസ് എബോവ് എക്സ് ആക്സിസ് മൈനസ് ഏരിയ ഓഫ് ദ റീജിയൻസ് ബിലോ എക്സ് ആക്സിസ് ആണ്, അതായത് ബിലോ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഏരിയ ഓഫ് ദ റീജിയൻസ് എബോവ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മീൻസ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. And area of the region below closed interval AB means it is a distance covered by the car in the negative direction. So car positive direction എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ദെൻ കാർ എത്രത്തോളം നെഗറ്റീവ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് ആക്ച്വലി നമുക്ക് ഇന്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി ആയിട്ട് ലഭിക്കുന്നത്. സൈന് അടക്കം, ഇത് പോസിറ്റീവ് സൈനും ഇത് നെഗറ്റീവ് സൈനും. ആക്ച്വലി നമുക്ക് ഫൈനലായിട്ട് എന്ത് ലഭിക്കുന്നു? ഈ പോസിറ്റീവ് ഡിസ്റ്റൻസ് എത്രത്തോളം കവർ ചെയ്തോ മൈനസ് അതിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിൽ സഞ്ചരിച്ച ദൂരം മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഇഫക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത് കാറിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ബിറ്റ്വീൻ ടി ഈക്വൽ ടു എ ആൻഡ് ടി ഈക്വൽ ടു ബി. Then also final position of the car will be given by s of b equal to s of a plus integral a to b v of t dt. So ഏത് കേസിലും ഫംഗ്ഷൻ വെലോസിറ്റി ഫംഗ്ഷൻ ഓൾവേസ് പോസിറ്റീവ് ആവുന്ന കേസിലും പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യുന്ന കേസിലും എസ് ഓഫ് ബി, അതായത് ഫൈനൽ പൊസിഷൻ ഓഫ് ദ കാർ വിൽ ബി ഈക്വൽ ടു എസ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ എ ടു ബി വി ഓഫ് ടി ഡി ടി. സോ വി ക്യാൻ യൂസ് ദ സെയിം ഫോർമുല ഇൻ ബോത്ത് ദ കേസസ്. ഹിയർ വി ഹാവ് ആൻ എക്സാമ്പിൾ. Velocity function of a car moving along a straight road is given by v of t equal to t minus 20 for 0 less than or equal to t less than or equal to 40. Show that at t equal to 40, the car will be in the same position as it was initially. അതായത് കാറിൻ്റെ ഫൈനൽ പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ പൊസിഷൻ മീൻസ് ടി ഈക്വൽ ടു 40 ആവുന്ന സമയത്തുള്ള കാറിൻ്റെ പൊസിഷൻ. അത് ടി ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള അതേ പൊസിഷൻ ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. So by formula we have s of b equal to s of a plus integral a to b v of t dt. So first of all we have to find integral a to b v of t dt. That is integral 0 to 40. Here it is a and b are 0 and 40 v of t dt. So അത് കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ആദ്യം തന്നിരിക്കുന്ന വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. t minus 20 എന്നാണ് നമ്മുടെ കർവ്. സോ ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതായത് വി ഈക്വൽ ടു ടി മൈനസ് 20 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ടിക്കും വിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ടി 0 ആവുന്ന സമയത്ത് വി വരുന്നത് -20 ആണ്. വി 0 ആവുന്ന സമയത്ത് ടി വരുന്നത് 20 ആണ്. ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാവുന്നതേ ഉള്ളൂ.
t 0 ആകുമ്പോൾ v minus 20. That is a point here. 0 minus 20. Next point is 20 0. That is here 20 0. നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് 0 മുതൽ 40 വരെയുള്ള ഇൻ്റർവെല്ലിൽ എത്തുന്നത് വരെ നമ്മളിത് നീട്ടി വരയ്ക്കേണ്ടതുണ്ട്. സോ വി നോ വെൻ t equal to 40, v equal to 20. Okay, so that is a point here. സോ ഇൻ്റർവെല്ലിൽ 0 മുതൽ 40 വരെയുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ വരച്ചു വെച്ചു. വെലോസിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു. Then integral 0 to 40 v of t dt is area of S2 minus area of S1. That is area above the closed interval 0 40 minus area below closed interval 0 40. So what's the area of this triangle? It is half into 20 into 20 minus half into 20 into 20. That's equal to 0, which is equal to S of 0. Starting position of the car is here 0. So the car will be at the same position when it was initially. You can find it using the formula also. S of 40 equal to S of 0 plus integral 0 to 40 v of t dt. Here integral 0 to 40 v of t dt equal to 0. Therefore S of 40 equal to S of 0. That is a net change in the position of the car is 0.